ഞാൻ സുജി കുഴുമ്പിലാണ്. തിരുപ്പതി തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം സന്ദർശിച്ച ആ വീഡിയോയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ വീഡിയോ ആരംഭിക്കുന്നത് തിരുമല ദേവസ്ഥാനത്ത് വെച്ചാണ് കേട്ടോ. തിരുപ്പതിയിൽ നിന്നും ഈ തിരുമല വരെ വരുന്ന വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ദയവായി അത് കാണുക. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരവും ക്ഷേത്രത്തിലേക്ക് ക്യാമറ കടത്താൻ കഴിയില്ല. അതിൻ്റെ ക്ഷേത്രവും ക്ഷേത്രത്തോടനുബന്ധിച്ച ആ പരിസര പ്രദേശങ്ങളുമൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെക്കുറിച്ചും ഭക്ഷണം അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KPRTCയുടെ AC ബസ്സുകളും അതുപോലെ തന്നെ നോൺ AC ബസ്സുകളും ഒക്കെ 5 മിനിറ്റ് ഇടവിട്ട് ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്നും ഈ തിരുമല ദേവസ്ഥാനത്തേക്ക് വരും കേട്ടോ. അവിടെ അതായത് തിരുമല ദേവസ്ഥാനത്ത് വന്ന ഈ ബസ്സുകളാണ് ഈ കാണുന്നത്. 100 കണക്കിന് ബസ്സുകളുണ്ട്. അതുകൂടാതെ അനവധി പ്രൈവറ്റ് വാഹനങ്ങളും ടാക്സി ജീപ്പുകളും ടാക്സി വാനുകളും ഒക്കെ ഇങ്ങോട്ട് ആളെ വലിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വന്ന സമയം അത്ര ഭക്തർ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമല്ല വന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നിരവധി ബസ്സുകളാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡ് പിന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പതുക്കെ നടക്കുകയാണ്. ആ നടക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇവിടുത്തെ ഭക്ഷണം കൊടുക്കുന്ന ശാലകളാണ്, ഫുഡ് കോർട്ടുകളാണ്. അതും പിന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗത്തുകൂടിയല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ പോകേണ്ടത്. ഒരു എളുപ്പ വഴിയിലൂടെയാണ് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ആ എളുപ്പ വഴിയിലൂടെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് സഞ്ചരിക്കുകയാണ്. പോകുന്ന കാഴ്ചയിൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമൊക്കെ കാണുവാൻ സാധിക്കും. ആ പ്രധാന കവാടം വഴിയാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതൊരു മറ്റൊരു വഴിയാണ്. ഏകദേശം 26 ചതുരശ്ര കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ഒരു ക്ഷേത്ര കോംപ്ലക്സാണ് കേട്ടോ ഈ പറയുന്ന തിരുപ്പതി തിരുമല ദേവസ്ഥാനം ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. അതായത് ഒരു വർഷം 800 കോടി രൂപയോളമാണ് ഈ ക്ഷേത്രത്തിലെ വരുമാനം ആയി കണക്കിൽ കൂട്ടുന്നത്. ശബരിമല ക്ഷേത്രം ഏകദേശം 200 കോടി രൂപയാണ് ഒരു വർഷത്തെ വരുമാനമെന്ന് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തിരുപ്പതി എന്തുകൊണ്ടോ കേരളീയരുടെ സഞ്ചാരപാതയിൽ അങ്ങനെ അധികം കടന്നു വരാത്ത ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ക്ഷേത്രം അങ്ങ് ദൂരെ കാണാം. അങ്ങനെ പതുക്കെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് നമ്മൾ നടക്കുകയാണ്. ഈ നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. ഏതോ അപ്രാപ്യമായ സ്ഥലത്താണ് തിരുപ്പതി എന്നാണ് മലയാളികളുടെ വിചാരം. എന്നാൽ ഒരിക്കൽ തിരുപ്പതി ദർശനം നടത്തിയ ആളുകൾ വീണ്ടും ഇവിടേക്ക് വരാൻ തീർച്ചയായും ആഗ്രഹിക്കും. നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് കാണാം. അപ്പോൾ തിരുപ്പതി തിരുമല ക്ഷേത്രത്തിൻ്റെ ആ വലിയ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ തിരുപ്പതി ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെ വലിയ ഒരു മൈതാനമാണ്. ഇപ്പോൾ ആ മൈതാനത്ത് കുറേ പന്തലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട എന്തോ പരിപാടികൾ ഇവിടെ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പന്തലുകൾ ഇട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാൻ ആളുകൾക്ക് സത്യത്തിൽ എളുപ്പമാണ്. ആ കാര്യങ്ങൾ ആളുകൾ അങ്ങനെ പരിശോധിക്കാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാലക്കാട്ട് നിന്ന് 12 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുപ്പതിയിൽ എത്തിച്ചേരാം. ഞായറാഴ്ചകളിലാണെങ്കിൽ നിങ്ങൾ ഞായറാഴ്ചയാണ് മടങ്ങുന്നതെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്കുള്ള നവയുഗ എക്സ്പ്രസ് കേരളത്തിലേക്കൊണ്ട് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടിയാണിത്. ക്ഷേത്രത്തിൽ എന്തോ പ്രധാനപ്പെട്ട ഒരു എഴുന്നള്ളത്ത് നടക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ക്ഷേത്രത്തിലെ ദേവനെയും വഹിച്ചുകൊണ്ടുള്ള ഒരു എഴുന്നള്ളത്താണ്. വെങ്കടേശ്വര സ്വാമി ക്ഷേത്രമെന്ന് പറയുമ്പോൾ മിക്ക ആളുകളും ഇതൊരു ശിവക്ഷേത്രമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തിരുപ്പതി തിരുമല ക്ഷേത്രം എന്ന് പറയുന്നത് വിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. 300 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പ്രത്യേക സ്പെഷ്യൽ ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. അത് അപ്പോൾ ആകുമ്പോൾ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ളിൽ നമുക്ക് ദർശനം നടത്തുവാൻ സാധിക്കും. അത് ഓൺലൈനിലാണ് അത് ബുക്ക് ചെയ്യേണ്ടത്. ഇവിടെ വന്ന് ബുക്കിങ്ങിനുള്ള സൗകര്യം ഇല്ല കേട്ടോ. അതുപോലെ തന്നെ സാധാരണ ദർശനവും ഈ ക്ഷേത്രത്തിലുണ്ട്. സാധാരണ ദർശനത്തിന് 4 മണിക്കൂർ തൊട്ട് ഏകദേശം 10 മണിക്കൂർ വരെ തിരക്കിനനുസരിച്ചിട്ട് ആളുകൾ കാത്തു നിൽക്കേണ്ടി വരും. ഏകദേശം 1 ലക്ഷം ആളുകൾക്ക് ഒരു ദിവസം ഇവിടെ അന്നദാനം കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ക്യാമറ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ വലിയ ഒരു ക്ഷേത്രക്കുളം കാണാം. മനോഹരമായ നീലവർണ്ണത്താൽ വളരെ തെളിഞ്ഞോട് നിൽക്കുന്ന വളരെ ശുദ്ധമായിട്ടുള്ള ജലം പ്രതിദാനം ചെയ്യുന്ന ക്ഷേത്രക്കുളം. ആ ക്ഷേത്രക്കുളത്തിലെ അപ്പുറവശത്തുകൂടിയാണ് പ്രവേശനമുള്ളത് ഭക്തജനങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് തിരുമല ദേവസ്ഥാനം ബോർഡാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ്. ആളുകൾ ഭക്ഷണശാലയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭക്ഷണശാലയുടെ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ, തിരിച്ചു വരുന്ന ആളുകൾ, അവരെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1000-ഓളം സ്കൂളുകൾ ഈ തിരുമല ദേവസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 100-ലധികം കോളേജുകൾ ഈ തിരുപ്പതി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ 25-ഓളം ആശുപത്രികൾ ഈ തിരുപ്പതി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 24 കിലോമീറ്റർ താണ്ടി വേണം ഈ തിരുമല ക്ഷേത്രത്തിലെത്താൻ. 7 കുന്നുകളുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. അങ്ങനെയാണ് 7 മലനിരകളുടെ ക്ഷേത്രമെന്ന ഈ തിരുപ്പതി ക്ഷേത്രത്തെ പൊതുവെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ അതീവ മനോഹരമായും വളരെ വൃത്തിയോടും കൂടി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുപ്പതി ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ, കൂടുതൽ ചിന്തിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരിക്കൽ എത്തിച്ചേർന്ന ആളുകൾ വീണ്ടും ഈ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളൊക്കെ എങ്ങനെയാണ്. അതിനിടയ്ക്ക് ഒരു ഭജൻ സംഘത്തിൻ്റെ ഭജനയാണ് കേട്ടോ. ഭജനയും പിന്നിട്ട് മുമ്പോട്ട് നടക്കുമ്പോൾ തിരുമല ക്ഷേത്ര പരിസരത്തെ കച്ചവട കേന്ദ്രങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് പോവുകയാണ്. കച്ചവട കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. കിലോമീറ്ററുകളോളം ഈ കച്ചവട സ്ഥാപനങ്ങളിങ്ങനെ സ്ഥിതി ചെയ്യുകയാണ്. ഇവിടുത്തെ താമസ സൗകര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുമലയിൽ താമസിക്കാൻ സ്വകാര്യ ലോഡ്ജുകൾ അധികമില്ല. എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചെറിയ പണം കൊടുത്താൽ കിട്ടുന്ന താമസ സൗകര്യങ്ങൾ ലഭ്യമാണ് കേട്ടോ. കൂടാതെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ശ്രീനിവാസ ഗസ്റ്റ് ഹൗസ് സൗജന്യമായി നിങ്ങൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ 200 രൂപയ്ക്ക് റൂമുകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. നമ്മൾ ഈ കച്ചവട സ്ഥാപനങ്ങളുടെ ഇടയിലേക്ക് ക്യാമറ തിരിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കച്ചവട സ്ഥലത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രതിപാദിക്കേണ്ടതില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു മുമ്പോട്ട് പോവുകയാണ്. പിന്നെ തിരുപ്പതിയിലെ പ്രസാദം വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ലഡുവാണ് കേട്ടോ. അവർണ്ണനീയമായ ക്ഷേത്രത്തിലെ വലിയ വിശാലമായ കോമ്പൗണ്ടിൽ കൂടി ഞാനിങ്ങനെ നടക്കുക കേട്ടോ. എൻ്റെ പുറകിലായി കാണാം തിരുമല വെങ്കടേശ്വരൻ്റെ ക്ഷേത്രം. ഇവിടെയൊക്കെ ക്യാമറ അത്രത്തോളം അനുവദിക്കുന്ന പ്രദേശങ്ങളല്ല. ഇന്ന് പ്രത്യേകിച്ച് എന്തോ ഒരു ഉത്സവമൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെ ചെറിയൊരു അളവ് കൊടുത്തിട്ടുണ്ട്. നിരവധി
തിരുപ്പതി തിരുമല വെങ്കടേശ്വരൻ്റെ ക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ കുറേ നേരം, ഒരു 4 മണിക്കൂറെങ്കിലും കാത്തു നിൽക്കേണ്ടി വരും. അതിനാൽ ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല. മാത്രമല്ല, ഉള്ളിൽ ക്യാമറ അനുവദിക്കുകയും ചെയ്യില്ല. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള കാഴ്ചകൾ. ആ ഗോപുരമാണ്, എൻ്റെ പുറകിൽ കാണുന്ന ഗോപുരമാണ്. ആ ഗോപുരത്തിൻ്റെ ആ വശത്തൂടെയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് കേട്ടോ. അപ്പോൾ തിരുപ്പതി തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകളുമൊക്കെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.